الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل. صدق الله مولانا العظيم. من اقتطع مال أخيه المسلم بيمين فاجرة فليتبوأ مقعده من النار. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് പ്രഭാതം ഖൈർ വർദ്ധിപ്പിച്ചു തരട്ടെ. യാത്രയിലും അല്ലാത്ത ഘട്ടങ്ങളിലും നമുക്കും നമ്മുടെ തടികൾക്കും നമ്മുടെ വീടുകൾക്കും വാഹനങ്ങൾക്കും എല്ലാ കാര്യത്തിലും അല്ലാഹു തആല കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. കള്ളസത്യത്തിലൂടെ കാര്യം നേടരുത് എന്ന ഉപദേശമാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടേതായുള്ളത് നിങ്ങളെ ഇന്ന് കേൾപ്പിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ സ്വത്ത് സ്വന്തമാക്കിയെടുക്കാൻ, കാശ് സ്വന്തമാക്കിയെടുക്കാൻ, സ്ഥലം സ്വന്തമാക്കിയെടുക്കാൻ, വീട് സ്വന്തമാക്കിയെടുക്കാൻ അതിന് ചില കള്ള രേഖകൾ ചമച്ചുണ്ടാക്കും. ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചിട്ടോ മറ്റോ ഒക്കെ ആയിട്ട്, അതായത് തൻ്റെതല്ലാത്തത് തൻ്റേതാക്കി എടുക്കുന്ന പ്രക്രിയകൾ ചെയ്യുക. അപ്പൊ അതിന് പഴയ കാലങ്ങളിലൊക്കെ സാക്ഷ്യം പറയുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. രണ്ടാൾ സാക്ഷി നിൽക്കും കോടതിയിൽ. അതുപോലെ തന്നെ രേഖകൾ ഹാജരാക്കുക എന്ന് പറയുന്നത് പുതിയ കാലത്ത് ഇപ്പം ഉണ്ടായതാണ്. ഇപ്പോൾ ഡോക്യുമെന്റ്സ് ഒക്കെ ഇപ്പോഴത്തുള്ളതാണ്. പണ്ട് കാലത്ത് അതൊന്നുമില്ലായിരുന്നു. അപ്പൊ ഏതായിരുന്നാലും അന്നത്തെ സാക്ഷ്യത്തിന്റെ സ്ഥാനത്താണ് ഇന്നത്തെ രേഖകൾ. അപ്പൊ ഈ കള്ളത്തരത്തിൽ രേഖ ചമച്ചുണ്ടാക്കിയാൽ അത് കള്ളസത്യം കോടതിയിൽ നടത്തുന്നതിന് തുല്യമാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കള്ളസത്യം ചെയ്തിട്ട് എന്തെങ്കിലും സാധനങ്ങളോ സ്വത്തുക്കളോ കൈക്കലാക്കാൻ പാടില്ല. പലിശ പോലെ കടുപ്പമേറിയ കുറ്റമാണ് അവിഹിത മാർഗത്തിലൂടെ സ്വത്ത് സമ്പാദിക്കുക എന്ന് പറയുന്നത്. സ്വത്ത് സ്വന്താക്കൽ. ഒമിനർ റിബ അക്കുലു അംവാലിന്നാസ്. മഹാനവർക്ക് ചൂണ്ടിക്കാണിക്കുന്നത് പലിശയുടെ കൂട്ടത്തിൽ പെട്ടതാണ് അക്കുലു അംവാലിന്നാസ്, ജനങ്ങൾക്ക് അവകാശപ്പെട്ട ജനങ്ങളുടെ സ്വത്ത് സ്വന്തമാക്കൽ. അവിഹിതമായ മാർഗത്തിലൂടെ ജനങ്ങളുടെ സ്വത്ത് സ്വന്തമാക്കുക എന്നുള്ളത് അതിന്റെ മാർഗങ്ങൾ ധാരാളമുണ്ട്. ഇന്നത് പറയാനില്ല, ഇഷ്ടം പോലെ ഉണ്ട് അതിന്റെ മാർഗങ്ങൾ. അതെല്ലാം മൊത്തത്തിൽ നമുക്കതിന്റെ നിരോധനം തരുന്ന ആയത്താണ് സൂറത്തുൽ നിസാഇന്റെ 29. അതിന്റെ ചെറിയൊരു ഭാഗം കേൾപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറയാ, ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. നിങ്ങൾ അവിഹിത മാർഗത്തിലൂടെ സ്വത്ത് തിന്നരുത്. തിന്നുക എന്നുള്ളത് അലങ്കാരിക പ്രയോഗമാണ്. അത് എടുത്ത് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് അവകാശപ്പെടാത്തത് അവിഹിതമായ മാർഗത്തിലൂടെ നിങ്ങളത് സ്വന്തമാക്കരുത്, എടുക്കരുത്. അക്രമമായി തട്ടിയെടുക്കുക, കവർച്ച ചെയ്യുക, മോഷണം നടത്തുക, വിശ്വാസ വഞ്ചന ചെയ്യുക, ഇങ്ങനെയൊക്കെ പല രൂപത്തിലും അവിഹിത മാർഗത്തിലൂടെ സ്വത്ത് സ്വന്താക്കുന്ന രീതികളുണ്ട്. അപ്പൊ കച്ചവടത്തിന് പൈസ വാങ്ങിയിട്ട് കച്ചവടമില്ല, അവർക്ക് പൈസയില്ല, ഇവൻ കൂട്ടടിച്ചു തീർന്നു. ഇങ്ങനെ ഇഷ്ടം പോലെ സാമ്പത്തിക ഇടപാടിൽ തർക്കങ്ങൾ ആളുകൾക്കിടയിൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിഹിത മാർഗത്തിലൂടെ ചെപ്പടി വിദ്യയിലൂടെ തക്കിടികൾ കാണിച്ചിട്ട് മറ്റവന്റെ കീശയിലെ കാശ് തന്നിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള സൂത്രപ്പണി ഒപ്പിച്ച് ചെയ്യുന്ന എല്ലാ വേലകളും പലിശയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അത്ര ഗൗരവമാണ്. വ്യാജരേഖ ചമച്ചിട്ട് സ്വത്ത് സ്വന്തമാക്കുന്ന ആളുകളുണ്ട്. അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ ദൂതൻ പറഞ്ഞൊരു ഹദീസ്, തന്റെ മുസ്ലിം സഹോദരന്റെ സ്വത്ത് ഒരാൾ മുറിച്ചെടുത്താൽ കള്ളസത്യം ചെയ്തിട്ട്, കള്ളരേഖ ഉണ്ടാക്കിയിട്ട് കള്ളസത്യം ചെയ്തിട്ടൊക്കെ സ്വന്തമാക്കിയാൽ അവൻ നരകത്തിൽ ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ.
നരകത്തിൽ ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ, അവനക്ക് എന്നാ പിന്നെ സ്വർഗം ലക്ഷ്യം പ്രതീക്ഷിക്കേണ്ടതില്ല, ഓനക്ക് ഇരിപ്പിടം നരകത്തിലായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. പിന്നെ അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞൊരു ഹദീസ് കൂടിയുണ്ട്. മുസ്ലിങ്ങളുടെ സ്വത്ത് കള്ളസത്യം ചെയ്തിട്ടോ പിന്നെ കള്ളരേഖ ചമച്ചിട്ടോ സ്വന്തമാക്കിയെടുക്കുന്നത് അത് വൻ കുറ്റങ്ങളിൽപ്പെട്ടതാണ്. പിന്നൊരു ഹദീസ് കാണാം, അൽ കബാഇറു, വൻകുറ്റങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചെറുതായിട്ട് വിവരിച്ചിട്ട് പറയാം. അൽ ഇശ്റാഖു ബില്ലാഹ്, വൻകുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ, മറ്റൊരു ശക്തിയെ, മറ്റൊരു വ്യക്തിയെ പങ്കു ചേർത്തിട്ട് ദിവ്യത്വം അതിനും കൂടി കൽപ്പിക്കുക എന്നുള്ളതാണ്. ശിർക്ക് എന്നുള്ളത് വലിയ തെറ്റാണ്. രണ്ടാമത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വൻകുറ്റം. വൽ യമീനുൽ ഖമൂസ്, മൂന്നാമത്തത് ഖമൂസായ സത്യം. യമീനുൽ ഖമൂസ്, കള്ളസത്യത്തിനാണ് യമീനുൽ ഖമൂസ് എന്ന് പറയാം. ഇതും വൻകുറ്റമാണ് എന്നൊരു ഹദീസിൽ കാണാം. ഈ ഖമൂസ് എന്ന അറബി വാക്ക് ഉപയോഗിച്ചതിൽ തന്നെ കുറെ കാര്യങ്ങൾ, ആശയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നേരത്തെയൊക്കെ പറഞ്ഞത് യമീനുൽ ഫാജിറ, തമ്മാടി സത്യം എന്ന്, അതിന്റെ വാക്കർത്ഥം അങ്ങനെ. ഇത് യമീനുൽ ഖമൂസ്, അൽ ഖമൂസായ സത്യം. എന്താ ഈ ഖമൂസ് എന്ന് പറഞ്ഞാൽ? ഒരാട് വെള്ളത്തിൽ മുങ്ങുക അല്ലെങ്കിൽ ചെളിയിൽ കൊണ്ടുപോവുക, അതിനാണ് ഖമൂസ് എന്ന് പറയാം. ഈ ഖമൂസായ സത്യം, ഈ കള്ളസത്യത്തിന് ഖമൂസായ സത്യം എന്ന് പേര് പറയാൻ കാരണം എന്താ? കള്ളസത്യം ചെയ്യുന്നവൻ കുറ്റത്തിൽ മുങ്ങിപ്പോകും. കഴുത്തോളം കുറ്റത്തിൽ മുങ്ങുക, മൂക്കോളം കുറ്റത്തിൽ മുങ്ങിപ്പോകുക. നാളെ ആഖിറത്തിലെത്തിയാലോ അതേപോലെ കഴുത്തോളം ശിക്ഷയിൽ മുങ്ങിപ്പോവുക, മൂക്കോളം ശിക്ഷയിൽ മുങ്ങിപ്പോവുക. അങ്ങനെ ഈ കുറ്റത്തിലും ശിക്ഷയിലും മുങ്ങിപ്പോകുന്ന ഒരു തെറ്റാണ് ഏത്? ഈ കള്ളസത്യം എന്നുള്ളത്. ഈ കള്ളസത്യം ചെയ്ത ആളുകൾക്ക് വരാനുള്ളത് അതാണ്. ഉള്ള സംഭവങ്ങൾ അറിയല്ലോ അല്ലെ? ഒരു സ്വാമിജിയെ സമാധിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കഴുത്തോളം പൂജാദ്രവ്യങ്ങളും ഭസ്മങ്ങളും ഒക്കെ കൂടി മൂടി കഴുത്തോളം മൂടിയിട്ട് എന്താക്കി അവനെ സമാധിയിരുത്തിയെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് വീണ്ടും അദ്ദേഹത്തെ പുറത്തെടുത്ത് പ്രശ്നമായി, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് കൊണ്ടുപോയിട്ട് മഹാസമാധിയായിട്ട് ഇരുത്തി. അതുകൊണ്ടാണ് ഇരുത്തിയിട്ട് ഈ ഭസ്മങ്ങളും പൂജാദ്രവ്യങ്ങളും മൂടലാണ്. അങ്ങനത്തെ സമാധിയാക്കുന്ന രീതി. അപ്പൊ ഈ ഒരു മൂടൽ, കഴുത്തോളം മൂക്കോളം എന്നൊക്കെ പറഞ്ഞ ഈ മൂടൽ, പക്ഷെ ഈ മൂടൽ എന്തായിരിക്കും? കള്ളസത്യം ചെയ്ത് സ്വത്ത് സ്വന്താക്കുന്നവരെ ശ്രദ്ധിക്കുക. ഈ സ്വാമിജിയെ ഭസ്മമിട്ട് മൂടുന്നതിന് തുല്യം പകരം ഇയാൾ എന്തിട്ടായിരിക്കും മൂടുക? കടുത്ത ശിക്ഷ കൊടുത്തിട്ടായിരിക്കും മൂടുക, തീക്കുണ്ടിലായിരിക്കും മൂടുക. അപ്പൊ ആ രൂപത്തിൽ വലിയ തെറ്റാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് വേലിക്കല്ല് മാറ്റിക്കുഴിച്ചിടുന്നതും അതെന്റേതാണെന്ന് വാദിക്കുന്നതും, ഏതെങ്കിലും ഓഫീസുകളിൽ പോയിട്ട് രേഖ മാറ്റിയിട്ട് ചേഞ്ച് ആക്കിയിട്ട് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചിട്ടോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ ഒക്കെ ശരിയാക്കിയെടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊന്നും മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞ വഴിയല്ല. അവരാരും ഇത് ചെയ്യരുത് എന്നുള്ള മഹാപാഠം, വലിയൊരു പാഠം, സന്ദേശം അതാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടേതായി ഉള്ളതിൽ നിന്ന് ഇന്ന് കഴിപ്പിച്ചിട്ടുള്ള ഹറാമിനെ തൊട്ടുള്ള ഐശ്വര്യം അല്ലാഹു നൽകട്ടെ. എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി ജീവിതം നയിക്കാൻ, അവസാനം ഈമാന് കിട്ടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.